ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ആൻഡ്രോയിഡ് 11 കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. എന്നാൽ ഒഫീഷ്യലി അവർ ലോഞ്ച് ചെയ്ത് സെപ്റ്റംബർ 8 എല്ലാ ഫോണുകൾക്കും റോൾ ഔട്ട് ചെയ്ത് തുടങ്ങി. ഇന്ത്യയിലൊഴികെ ബാക്കി എല്ലാ പുറത്തുള്ള പിക്സൽ ഫോണുകൾക്കെല്ലാം ആൻഡ്രോയിഡ് 11 വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് സെപ്റ്റംബർ 17 ഇന്ത്യയിലെ പിക്സൽ ഫോണുകൾക്ക് അവർ ഒഫീഷ്യലി ആൻഡ്രോയിഡ് 11 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നതല്ല, ഞാൻ സെറ്റിങ്സിൽ പോയി നോക്കിയപ്പോൾ അതിൽ വന്ന് കിടപ്പുണ്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഏകദേശം 1.4 GB ആണ് അപ്ഡേഷൻ സൈസ് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. മീഡിയയ്ക്ക് ഇംപ്രൂവ്ഡ് മീഡിയ ആൻഡ് ഡിവൈസ് കൺട്രോൾസ്, അതായത് സ്മാർട്ട് ഡിവൈസസും അതേപോലെ തന്നെ മീഡിയ കൺട്രോൾസും അപ്ഡേറ്റ് വളരെ മികച്ചൊരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ഇൻബിൽഡ് സ്ക്രീൻ റെക്കോർഡർ കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതിൽ. കാരണം ഞാൻ പലപ്പോഴും ഷവോമിയുടെ ഒക്കെ ഫോൺസ് ഉപയോഗിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇതിൽ കൊടുത്തേക്കുന്ന സ്ക്രീൻ റെക്കോർഡ് നമുക്ക് ആൻഡ്രോയിഡിൽ ഇൻബിൽഡ് ആയിട്ട് വന്നുകൂടാ. കാരണം ഷവോമിയുടെ MIUIയിൽ ഇൻബിൽഡ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡർ ഉണ്ട്. ഞാൻ ഇത്രയും നാളും വേറൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ആൻഡ്രോയിഡിൻ്റെ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പിക്സൽ 2 XL ഏതായാലും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്കിത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ ലുക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കറൻ്റ്ലി പിക്സൽ ഫോണുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ ആൻഡ്രോയിഡ് 11 ഒഫീഷ്യലി റോൾ ഔട്ട് ആയിട്ടുള്ളൂ. അതായത് പിക്സൽ 2 മുതൽ എബവ് ഉള്ള സെറ്റുകൾ 2, 3, 4. അപ്പോൾ ഈ മോഡലുകൾക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഏറ്റവും ഫസ്റ്റ് റേഞ്ച് പിക്സൽ മോഡലുകൾക്ക് ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് വരുന്നില്ല. ഇതല്ലാതെ മറ്റ് പ്രീമിയം ബ്രാൻഡ്സിൻ്റെ ഫോണുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വോയിസ് വരുന്നതാണ്. കാരണം അവർക്ക് അവരുടേതായ UI സ്റ്റൈലിലേക്ക് മാറ്റാനുള്ള കുറച്ച് ടൈമും പിന്നെ കുറച്ച് സ്റ്റെബിലിറ്റി ചെക്കിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം എടുക്കുന്നത്. അവർക്ക് വൈകാതെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം പകുതി ആകുമ്പോഴേക്കും എല്ലാവർക്കും ഒഫീഷ്യലി വന്നു തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഫീച്ചേഴ്സ്, ഇതിൻ്റെ UI ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ ആൻഡ്രോയിഡ് 11 ഡൗൺലോഡിങ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ആപ്സ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമേ ഇൻസ്റ്റാൾ ആവുള്ളൂ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എന്തൊക്കെയാണ് ആൻഡ്രോയിഡ് 11 പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് അത് എങ്ങനെയുണ്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റിവ്യൂ ചെയ്ത് നോക്കാം. ഏറ്റവും മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവരുടെ കൺവേഴ്സേഷൻസിൽ പിന്നെ കണ്ടന്റ് ക്യാപ്ചർ, പ്രിഡിക്റ്റീവ് ടൂൾസ്, പിന്നെ ഡിവൈസ് കൺട്രോൾസ്, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, പിന്നെ ആക്സസിബിലിറ്റി ആണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ്. ഇതിൽ മാനേജർ കോൺവെർസേഷൻ, അതായത് നമുക്ക് കോൺവെർസേഷൻ ഇപ്പോൾ പ്രയോറിറ്റി വൈസ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ കുറേ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ പല ഇതും അതിൽ മിസ്സായി പോകും. അപ്പോൾ അതിന് പകരം നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം പലതും. അതേപോലെ തന്നെ അടുത്ത ഫീച്ചറാണ് ബബിൾസ്. ഇപ്പോൾ ചാറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. അത് പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വരുന്ന പോലെ തന്നെ നമ്മുടെ വാട്സാപ്പും ഇപ്പോൾ നോർമൽ ചാറ്റും എല്ലാം നമുക്ക് ഇതേപോലെ ബബിൾസ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. ഇത് പണ്ട് മെസ്സഞ്ചറിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ എല്ലാത്തിലേക്കും നമുക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻബിൽഡായിട്ട്. പിന്നെ ക്യാപ്ചറും കണ്ടന്റ് ഷെയർ, അതായത് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് തന്നെ ഒരു സ്ക്രീൻ റെക്കോർഡിങ് ഇതിൽ വരുന്നുണ്ട്, ആൻഡ്രോയിഡ് 11 വരുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ നമ്മളിപ്പോൾ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പിക്ചർ എടുക്കണമെങ്കിൽ അത് ഷെയറോ സേവോ ചെയ്യാൻ പറ്റും. പിന്നെ സ്മാർട്ട് റിപ്ലൈ, അതായത് ഇപ്പോൾ നമ്മൾക്ക് റിപ്ലൈ ചെയ്യാൻ സമയമില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടൻറ്റ് വായിച്ചിട്ട് റിപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി കാട്ടും. അതായത് ഇംഗ്ലീഷിലായിരിക്കും, ലോക്കൽ ലാംഗ്വേജസ് ഒന്നും വന്നിട്ടില്ല. ഇതല്ലാതെ ഡിവൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഡിവൈസസ് ഏറ്റവും അടിയിൽ താഴെ വരുന്നതാണ്. ഇതല്ലാതെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ വരുന്നതാണ്. ഇതിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഡിവൈസ്, അതായത് ഹോമിൻ്റെ സ്മാർട്ട് ഡിവൈസ് കൺട്രോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പിന്നെ വന്നേക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ, അതായത് എൻ്റെ കാറിലൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ. പക്ഷേ അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കേബിൾ വഴി കുത്തണം. പക്ഷേ ഇപ്പം ഇനി അതുകൊണ്ട് ആവശ്യമില്ല, വയർലെസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കാർസിലാണ് ഈ ഒരു ഫീച്ചേഴ്സ് എനേബിൾ ആയിട്ടുള്ളത്. എൻ്റെ കാറിലൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കേണ്ടി വരും. എൻ്റെത് 2017 മോഡൽ XUV ആണ്. മീഡിയ കൺട്രോൾസിൽ നമുക്ക് മീഡിയ കൺട്രോൾസ് കുറച്ചുകൂടി സെറ്റപ്പായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പീക്കർ മാറ്റാൻ പറ്റും. ബ്ലൂടൂത്ത് വഴി കണക്റ്റഡ് ആണെങ്കിൽ വേറെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്കത് ലൈവായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം. ഇതല്ലാതെ ആപ്സിനുള്ള കുറച്ച് സെക്യൂരിറ്റിയും പ്രൈവസി ഓപ്ഷൻസ് കുറച്ച് കൂടുതൽ പുതിയത് വന്നിട്ടുണ്ട്. അതായത് ആപ്സിൽ നമുക്ക് വൺ ടൈം യൂസേജ് അലവ് കൊടുക്കണോ അതോ റിക്കറിങ് ആയിട്ട് അലവ് കൊടുക്കണോ എന്ന്, ഇടയ്ക്കിടയ്ക്ക് ഓണാക്കുമ്പോഴൊക്കെ ആ പെർമിഷൻസ് മാറ്റണോ എന്നുള്ളത്. അല്ലെങ്കിൽ കുറേ നാളൊരു ആപ്പ് യൂസ് ചെയ്യാണ്ടിരുന്നില്ല, പെർമിഷൻസൊക്കെ ഓട്ടോ റീസെറ്റ് ആവും. ഇതൊക്കെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് 11 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തീർന്നിരിക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. സ്ക്രോളിൽ പുൾ ഡൗൺ ബാറിൽ വന്നേക്കുന്നത് 9 ഉണ്ടായിരുന്നു പണ്ട്, ആദ്യം ഇപ്പം 6 കൂടുതൽ ഫീച്ചേഴ്സ്. ആ സ്ക്രീൻ റെക്കോർഡ് വന്നിട്ടുണ്ട്, ഡാർക്ക് തീം വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതല്ലാതെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നതിന് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എത്ര പുതിയ മെസ്സേജ് വന്നിട്ടുണ്ട്, എഴുതി കാർഡ് നമ്പർ 2 പുതിയ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽസ് ഫുള്ള് കാണാം. ഒരു അനിമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു അനിമേഷൻ ഉണ്ടായിരുന്നില്ല, ബാക്കിലെ പിക്ചർ ഇണങ്ങുന്നൊരു അനിമേഷൻ ഉണ്ടായിരുന്നില്ല, അത് വന്നിട്ടുണ്ട്. ന്യൂസിൻ്റെ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ റൗണ്ട് എഡ്ജസ് ആയിട്ടുണ്ട്.
ഏറ്റവും അടിയിൽ 5 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച ആപ്സിൻ്റെ ഇത് ഐക്കൺസ് വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്ഥിരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്സ്. ബാക്കി തമ്പനയിൽ ഇതിലും വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. നമുക്കൊന്ന് സെറ്റിങ്സിൽ പോയിട്ട് ആൻഡ്രോയിഡ് 11 കൂടിയിട്ട് എങ്ങനെയാണ് കാണിക്കണമെന്ന് നോക്കി നോക്കാം. 2D പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പിക്സൽ 2 XL ആൻഡ്രോയിഡ് 11 വേർഷൻ. ഇങ്ങനെയാണ്. ഇത് മറ്റേ സ്വിച്ച് പോലെ നമുക്ക് തിരിക്കാൻ പറ്റുന്നതാണ്. യെസ്, ആൻഡ്രോയിഡ് 11ൻ്റെതാണ്. ഇതല്ലാതെ വന്നേക്കുന്ന അപ്ഡേഷൻ നമുക്കൊരു സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ നോക്കി നോക്കാം. സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെതും ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന് ചോദിച്ചു നോക്കും. ഓഡിയോ, പിന്നെ ഷോർട്ട് ടച്ചസ്, അതായത് സ്ക്രീനിൽ ടച്ച് ചെയ്യണതും അതൊക്കെ റെക്കോർഡാവും. അതൊക്കെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവും. ഇതിൻ്റെ മീഡിയ പ്ലെയർ ഒന്ന് നോക്കി നോക്കാം. വിങ്കിലാണ് ഞാൻ പാട്ട് കേൾക്കുന്നത്. ഫോണിൻ്റെ സ്പീക്കറിൽ തന്നെ പാടുന്നത്. ഇത് നമുക്ക് മാറ്റിയിട്ട് ഫോൺ സ്പീക്കർ മാറ്റിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെയർ ന്യൂ ഡിവൈസ്. ഞാൻ എൻ്റെ പുതിയ JBL ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. ഇതല്ല, ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇത് വെച്ച് കേട്ടോക്കാം. പോസ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് JBL ആയിട്ട് പെയർ ചെയ്തിരിക്കുകയാണ്. പെയർ ചെയ്തിട്ട് ഓക്കെ, ഇപ്പോൾ JBL ഗോയിലേക്കായി പ്ലേ ചെയ്യാം. ഇതെന്നാണ് പ്ലേ ആവുന്നത്. JBL പോകുന്നത്. ഇത് മാറ്റിയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു നല്ല കാര്യമുണ്ട്. ഫോൺ സ്പീക്കർ ബാക്കിയുള്ള ബ്ലൂടൂത്ത് ഡിവൈസൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ. ഇത് നല്ലൊരു ഫീച്ചറാണ്. പെട്ടെന്ന് മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പം മൊബൈലിലേക്കായി. ഇത് അടിപൊളി ഫീച്ചറായിട്ട് മീഡിയ കൺട്രോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. ഈസി ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. സ്ക്രീൻഷോട്ട് എടുത്ത് അടിയിൽ കാണിക്കുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഷെയർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റും. ഇതിൽ തന്നെ എഡിറ്റും ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് എഴുതാനും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമുള്ള ആപ്സിലേക്ക് ഷെയർ ചെയ്യാനും പറ്റും. ഇത് നല്ലൊരു ഫീച്ചറാണ്. സ്ക്രീൻഷോട്ടിൽ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നത്. ഇതല്ലാതെ ബാക്കി വന്നേക്കുന്ന ഫീച്ചർ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി, കൺട്രോൾ, ആൻഡ്രോയിഡ് ഓട്ടോ, മീഡിയ കൺട്രോൾസ് നമ്മളിപ്പോൾ നോക്കി. ഈ ഡിവൈസ് കൺട്രോൾസ് നമുക്ക് നോക്കാം. പവർ ഓഫ് ബട്ടൺ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഡിവൈസ് കൺട്രോൾസ് നമുക്ക് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൾറെഡി ഇതാ വന്ന് ഹോമായിട്ട്. അതായത് എൻ്റെ സ്മാർട്ട് ഡിവൈസസിൻ്റെ വീഡിയോസ് ഇതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റേ സ്മാർട്ട് ബെഡ് സൈഡ് ലാമ്പ്, ഇതല്ലാണ്ട് സ്മാർട്ട് ലൈറ്റിനെ കുറിച്ചുള്ള വീഡിയോയിലുള്ള എല്ലാത്തിൻ്റെയും കൺട്രോൾസിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ബെഡ്റൂം സ്പീക്കർ, TV എല്ലാത്തിൻ്റെയും കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഹോം മാറ്റിയിട്ട് കേരള ഹോം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ലൈറ്റ്സ്, അവിടുത്തെ ഓരോ റൂമിൻ്റെ ലൈറ്റ്സ്, ഇതിന് മുമ്പ് സ്മിച്ചിൻ്റെ സ്മാർട്ട് ബൾബിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഇനാക്റ്റീവാണ് ഇപ്പോൾ, കാരണം ഞാനിപ്പോൾ അത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ടൊരു ഫീച്ചറാണ്. ഇതെല്ലാം നമുക്ക് കൺട്രോൾസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ പവർ ഓഫ്, റീസ്റ്റാർട്ട്, ഇത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ഓരോന്നിന് പ്രയോറിറ്റീസ് നിശ്ചയിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. ഡിഫോൾട്ട് പ്രയോറിറ്റി മാറ്റാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രയോറിറ്റൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പല ചാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം മിസ്സാവണതിന് അതിന് പ്രയോറിറ്റി ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വന്ന് കിടക്കും. അപ്പോൾ എത്രയും പ്രയോറിറ്റൈസ് ചെയ്യുന്നോ അത്ര ആപ്പുകളും ഏറ്റവും മുകളിലുണ്ടാവും. അതായത് ബബിൾസ് ഫീച്ചർ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റാത്തത്. നമുക്കത് നോക്കിക്കളയാം. ഇത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും, അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ വിചാരിച്ചത് ഈ ഒരു ഫീച്ചർ വാട്സാപ്പിലേക്കൊക്കെ വരുന്നതാണ്. വാട്സാപ്പിൽ ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. നമ്മൾ ചാറ്റ് ചെയ്യുന്നത് ഇത് നോക്കി കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റൊക്കെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. നമുക്ക് ഏത് ആപ്പ് സെലക്ട് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ആപ്പ് എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്തേക്കുന്നത് അതൊക്കെ സ്ക്രീനിലൊക്കെ കോപ്പി ചെയ്യാനും പറ്റും. കോപ്പി ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. വാട്സാപ്പിൽ ഈ ബബിൾ ഫീച്ചർ വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്ത് ചെയ്തിട്ടും അത് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് SMS ഡിഫോൾട്ടായുള്ള ആപ്സിനാണ് ആ ഒരു ഫീച്ചർ കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇനിയുള്ള അപ്ഡേറ്റ്സിൽ വാട്സാപ്പിനൊക്കെ വരുന്നു ബബിൾ. ചിലപ്പോൾ അത് വരുമായിരിക്കും, ഞാൻ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കണം. ഓവറോൾ പെർഫോമൻസും ലുക്കും പിന്നെ പുതിയ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ടുണ്ട്. നമുക്കിനി ഡാർക്ക് തീമും കൂടി നോക്കി നോക്കാം.
ഡാർക്ക് തീം ഓണാക്കി ഫുള്ളൊരു ഇത് നല്ല രസമുണ്ട്, നല്ല കളർഫുൾ, നല്ല എടുത്ത് നിൽക്കുന്നുണ്ട് ആപ്പുകളുടെ ലോഗോസും അതേപോലെ എഴുതിയേക്കുന്നതൊക്കെ. ഇതും നല്ല ഒരു വ്യത്യസ്തമായിട്ടുണ്ട്, നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്, നല്ല ക്ലീനായിട്ട് വായിക്കാൻ പറ്റും. ഓവറോൾ ലുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് 11 ഓവറോൾ നോക്കുകയാണെങ്കിൽ പുതിയ ഒരുപാട് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലത്തെ സ്മാർട്ട് ബബിൾസ്, ഇതേപോലെ തന്നെ ഈ കണ്ടൻറ്റ് കോപ്പി ചെയ്യൽ, പല ആപ്പിൽ നിന്ന് നമുക്ക് സ്ക്രീൻഷോട്ടൊന്നും കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്നുണ്ട്. ഇതല്ലാണ്ട് സ്ക്രീൻഷോട്ട് ഇത് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റും, അതിൽ തന്നെ എഡിറ്റ് ചെയ്യാനും പറ്റും. അതല്ലാതെ മീഡിയ കൺട്രോൾസ്, സ്മാർട്ട് ഡിവൈസസിനെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ വീട്ടിലിപ്പോൾ സ്മാർട്ട് ഡിവൈസസ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ ഡാർക്ക് തീം വളരെ നന്നായിട്ടുണ്ട് കാണാൻ. ഇതല്ലാതെ ഫീച്ചേഴ്സ്, അതായത് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പല നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് പെർമിഷൻസ് ഓരോ പ്രാവശ്യം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുക്കുന്നുണ്ട്. ആ ആപ്പിലൊക്കെ പെർമിഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ച് നാൾ ഒരു ആപ്പ് യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പെർമിഷൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റദ്ദാക്കപ്പെടും. എന്നിട്ട് നമ്മൾ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അത് വീണ്ടും കൊടുക്കണം. ഇതല്ലാതെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്ന് പറയുന്നത് സ്ക്രീൻ റെക്കോർഡാണ്. ഡിഫോൾട്ടായിട്ട് തന്നെ മൊബൈലിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ക്രീൻ ഓപ്ഷൻ തന്നെയാണ്. കാരണം അതിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, ടാപ്സും റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി മുതൽ എന്തെങ്കിലും ആപ്പിനെ കുറിച്ചോ എന്തെങ്കിലും നമുക്ക് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യാൻ ഡിഫോൾട്ടായിട്ട് തന്നെ ഉള്ള സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ചിട്ട് തന്നെ ടാപ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാം, ഓഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇനി ആൻഡ്രോയിഡ് 11 കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്ത് തുടങ്ങണം. ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത പാടെയാണ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ള റിവ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഓവറോൾ എനിക്ക് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതല്ലാതെ നിങ്ങൾക്കും ഈ ഒരു പുതിയ ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ്സ് ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണിലേക്ക് വളരെ പെട്ടെന്ന് വരും. പ്രീമിയം സെഗ്മെൻറ്റ് ഫോൺസിനാണ് ആദ്യം അപ്ഡേറ്റ്സ് വരുന്നതെന്ന് കേട്ടത്. അപ്പോൾ ഏകദേശം ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം തുടക്കത്തിൽ അപ്ഡേറ്റ്സ് വരുന്നതാണ്. ആൻഡ്രോയിഡ് 11 നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. ഇതല്ലാതെ ആൻഡ്രോയിഡ് 11 എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾ പ്രതീക്ഷിച്ചു അതൊന്നും വന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതല്ലാതെ ഇതേപോലത്തെ പുതിയ ലേറ്റസ്റ്റ് ടെക് അപ്ഡേറ്റ്സും ടെക് ടിപ്സും റിവാർഡിംഗ് ആപ്പുകളും അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റുകൾ, വെറൈറ്റി അൺബോക്സിങ് വീഡിയോസൊക്കെ കാണാൻ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്നതിന് എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.